ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. BJP ഇന്ത്യയിൽ അധികാരത്തിലെത്തിയ സമയം മുതൽ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളോട്, ദളിതരോട് അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെ കണക്കെടുത്താൽ നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ്. 1999 ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിൻ, ഒരു ജനുവരി മാസത്തിലാണ് ഗ്രഹാം സ്റ്റെയിൻ എന്ന മനുഷ്യനെയും 10 വയസ്സുള്ളതും 6 വയസ്സുള്ളതുമായ അദ്ദേഹത്തിന്റെ 2 ആൺകുട്ടികളെയും ജീവനോടെ ചുട്ടെരിച്ചു കൊന്നത്. നാം ആലോചിക്കണം, നാം ഓർത്തു നോക്കണം. ഇന്ത്യ എന്റെയും നിങ്ങളുടെയും രാജ്യമാണ്. എനിക്കും നിങ്ങൾക്കും ഒരേ അവകാശമാണുള്ളത്. മതം, ജാതി, വർഗം, വർണ്ണം, സമുദായം നമ്മെ വേർതിരിക്കാൻ പാടില്ല. അങ്ങനെ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകണം. ഇവിടെ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികൾ, മുസ്ലിംസ്, കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. RSSന്റെ പ്രഖ്യാപിതമായിട്ടുള്ള അവരുടെ രേഖകളിൽ അവർ അടയാളപ്പെടുത്തിയിട്ടുള്ളതും അവർ അവരുടെ മുഖപത്രത്തിലൂടെയും ഓർഗനൈസറിലൂടെയും ഒക്കെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നാം കാണണം. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് കൂടി നാം ചിന്തിച്ചു നോക്കണം. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നമുക്കിരുന്ന് യോഗം ചേരാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ചെങ്കൊടി പിടിച്ചതിനെതിരെ, ഈ അനീതിക്കെതിരെ സംസാരിക്കാൻ ഇവിടെ ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ഛത്തീസ്ഗഡിൽ എത്ര പേർ മിണ്ടുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രതിപക്ഷം ഉൾപ്പെടെ നമ്മുടെ MP-മാർ LDF-ന്റെ UDF-ന്റെയും പോയി. UDF-ന്റെ MP-മാരെയും LDF-ന്റെ MP-മാരെയും ആദ്യം കാണാൻ അനുവദിച്ചില്ല. എന്താണ്? ജയിലിൽ അവകാശങ്ങളില്ലേ? ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? ഇത് ചോദ്യം ചെയ്യുന്ന വ്യവസ്ഥിതികൾ ഇല്ലാതെയായി പോകുന്നു എന്നുള്ളത് രാജ്യത്തിന്റെ അപജയമാണെന്ന് നാം കാണണം. പ്രിയപ്പെട്ടവരെ, അത്യന്തം ആപൽക്കരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെ രാജ്യം കടന്നു പോവുകയാണ്.